നമ്മൾ ഇൻകം ടാക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ അവസാന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിലെന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് ആക്സിലറേറ്റഡ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ അസസ്മെൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ മുന്നേയുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഇൻകം എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് നമ്മൾ ടാക്സ് കൊടുക്കണം. അത് നമ്മൾ ചെയ്യുക ഏത് വർഷമായിരുന്നു? അസസ്മെൻറ്റ് ഇയറിലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിനാണ് നമ്മളിത് വിളിക്കുക അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ നോർമലി നമ്മുടെ റൂൾ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ ടാക്സ് എപ്പോഴാണ്? അസസ്മെൻറ്റ് ഇയറിലാണ്. അപ്പോൾ അസസ്മെൻറ്റ് ഇയറിലാണ് നമ്മുടെ അസസ്മെൻറ്റ് നടക്കേണ്ടത്. ഓക്കെ, അസസ്മെൻറ്റ് ഇയറിലാണ് അസസ്മെൻറ്റ് നടക്കേണ്ടത്. അതാണ് ജനറൽ റൂൾ. പക്ഷേ ചില കേസിൽ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് പ്രീവിയസ് ഇയറിൽ തന്നെ നമ്മളെന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ആ ഒരു കേസിലാണ് നമ്മളിത് വിളിക്കുക ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്. പെട്ടെന്ന് തന്നെ അസസ്മെൻറ്റ് ചെയ്യുക. അത് പ്രധാനമായിട്ടും 4 കേസാണ്. ഒന്ന്, ഇൻഡിവിജ്വൽസ് ലീവിങ് ഇന്ത്യ. അതായത് ഒരു വ്യക്തി ഇന്ത്യ വിട്ട് പോവുകയാണ്, പക്ഷെ ഒരിക്കലും അയാൾ എന്ത് ചെയ്യില്ല, തിരിച്ചു വരില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യ വിട്ട് പോകുന്നതെങ്കിൽ അയാൾക്ക് ആ വർഷം കിട്ടിയ ഇൻകം ആ വർഷം തന്നെ അസസ് ചെയ്യപ്പെടണം. അതിൻ്റെ ടാക്സ് ആ വർഷം തന്നെ അടയ്ക്കുകയും വേണം. ഓക്കെ. രണ്ടാമത്തെ കേസ് ഡിസ്കണ്ടിന്യൂവൻസ് ഓഫ് ബിസിനസ് ആണ്. അതായത് നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, ആ ബിസിനസ് നിങ്ങൾ ഈ വർഷം ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. അപ്പം ഈ വർഷം ഇതുവരെ കിട്ടിയ പ്രോഫിറ്റിന് എത്രയാണോ ടാക്സ് വരിക അത് നിങ്ങൾ ഈ വർഷം തന്നെ എന്ത് ചെയ്യണം? പേ ചെയ്യണം. ഇനി ട്രാൻസ്ഫറിങ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. നികുതി വെട്ടിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, നിങ്ങളെ കയ്യിലുള്ള പ്രോപ്പർട്ടി നിങ്ങൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് നിങ്ങൾ ഈ വർഷം തന്നെ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കേണ്ടി വരും. ലാസ്റ്റ് വൺ, ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഷിപ്പിംഗ് ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന നോൺ റെസിഡൻസ്. ഈ ഷിപ്പിംഗ് ബിസിനസ്സിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലായിട്ടാണ് ബിസിനസ് നടക്കുക. അപ്പോൾ ഒരു 6 മാസം ഒരു കൺട്രിയിലാണ് ഷിപ്പ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ അടുത്ത 6 മാസം വേറൊരു കൺട്രിയിലായിരിക്കും. അപ്പം ആ 6 മാസം നിങ്ങൾ സപ്പോസ് ഇന്ത്യയിൽ 6 മാസം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ, ആ ഷിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ആ പീരീഡിൽ നമുക്ക് കിട്ടിയ ഇൻകത്തിന് നമ്മൾ ആ പീരീഡിൽ തന്നെ എന്ത് ചെയ്യണം? അസസ്മെൻറ്റ് നടത്തി ടാക്സ് അടയ്ക്കണം. കാരണം എന്താണ്? തൊട്ടടുത്ത 6 മാസം ചിലപ്പോൾ നിങ്ങളിവിടെ ഉണ്ടാവില്ല, മറ്റൊരു രാജ്യത്തായിരിക്കും. അതുകൊണ്ട് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്സും എന്ത് ചെയ്യണം? കിട്ടിയ ഇൻകത്തിന് ആ വർഷം തന്നെ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, ആക്സിലറേറ്റഡ് അസസ്മെൻറ്റിൻ്റെ കേസുകൾ. ഇനി ഈ ചാപ്റ്ററിലെ അവസാനത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ഏരിയ ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിനെ വെച്ചിട്ട് നമ്മൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓർഡിനറിലി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. അപ്പം ഒരു പെർട്ടിക്കുലർ ഇൻകം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടുന്ന സമയത്ത് അതിനാരൊക്കെയാണ് ടാക്സ് എടുക്കേണ്ടത്? ഓക്കെ, നോൺ റെസിഡൻറ്റ് അടക്കണോ, അല്ലെങ്കിൽ ഓർഡിനറിലി റെസിഡൻറ്റ് അടക്കണോ, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് അടക്കണോ? അത് പറയുന്നൊരു ടേബിളാണിത്. ഇതെല്ലാ വർഷവും യൂണിവേഴ്സിറ്റി എക്സാംസിന് essay ആയിട്ട് ചോദിക്കുന്നൊരു ഏരിയ ആണ്. സംഭവം സിമ്പിളാണ്, പക്ഷേങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. ഓക്കെ, ഇതിൽ ആക്ച്വലി നമ്മളൊരു 2 പോയിൻ്റ് മാത്രമേ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുള്ളൂ. ഓക്കെ, 2 പോയിൻ്റ് മാത്രം. ബാക്കിയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കി, നാച്ചർ ഓഫ് ഇൻകത്തിൻ്റെ താഴോട്ട് നോക്കിയാൽ മതി. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ആ കേസിൽ എല്ലാവരും എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറിലി, നോൺ റെസിഡൻറ്റ്. ഇനി ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ. അപ്പോഴും 3 കാറ്റഗറി ഓഫ് ആൾക്കാർ എന്തെടുക്കണം? നികുതി അടക്കണം. ഇനി ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. എന്താ ഡീംഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കാക്കപ്പെടുന്നതാണ്. ഇൻകം ഇന്ത്യയിൽ അറൈസ് ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുക. ഈ അക്രൂയിങ് അല്ലെങ്കിൽ അറൈസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ ഇൻകത്തിൻ്റെ ഉത്ഭവസ്ഥാനം ഇന്ത്യയിലായിരിക്കണം എന്നാണ്. ഇൻകത്തിൻ്റെ ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നായിരിക്കണം. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് 3 കേസ് നിങ്ങൾ നോക്കി. ഈ 3 കേസിൽ മുഴുവൻ ആൾക്കാരും എന്ത് കൊടുക്കണം? ടാക്സ് അടക്കണം ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് ഒറ്റ പോയിൻ്റായിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. ഒന്നാമത്തെ കേസിൽ ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ, ഇനി ഇൻകം ഇന്ത്യയിൽ അക്രൂ ചെയ്യുകയോ അറൈസ് ചെയ്യുകയാണെങ്കിൽ, അക്രൂ ചെയ്യുക അറൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇൻകം ഇന്ത്യയിലാണ് ജനറേറ്റ് ചെയ്യുന്നത് എങ്കിൽ ആണേ.
ഇനി മൂന്നാമത്തെ കേസ്, ഇൻകം ഇന്ത്യയിൽ അക്രൂ ചെയ്യുന്നതായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നതാണെങ്കിൽ ഡീം ടു അക്രൂ ഓർ അറൈസ്. ഈ 3 കേസിലും എല്ലാവരും എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അപ്പോൾ നമുക്കിതിന് ഒറ്റ പോയിൻ്റായിട്ട് പഠിക്കാം. ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്യുകയോ ഇൻകം ഇന്ത്യയിൽ അക്രൂ അല്ലെങ്കിൽ അറൈസ് ചെയ്യുകയോ ഇൻകം ഇന്ത്യയിൽ ഡീം ടു അക്രൂ അറൈസോ ആണെങ്കിൽ 3 കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ത് കൊടുക്കണം? അതിന് ടാക്സ് കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പം ഈ 3 പോയിൻറ്റും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഈ 3 പോയിൻ്റ് കേസിലും കോമൺ ആണ് വരിക. ഓക്കെ, സിമിലർ ആയിട്ടാണ് ആൻസേഴ്സ് നമ്മൾ ചെയ്യേണ്ട കാര്യം. 3 പേരും ടാക്സ് അടക്കണം. ഇനി നിങ്ങൾ നാലാമത്തെ നോക്കിയേ. 4ഉം 5ഉമാണ് നമുക്കൊരു കോംപ്ലിക്കേഷൻ വരിക. ഇൻകം അക്രൂ ഓർ അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഓർ പ്രൊഫഷണൽ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻകം അക്രൂ ചെയ്യുന്നത് എവിടെയാണ്? ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഫോർ എക്സാമ്പിൾ USA ഇൻകം അക്രൂ ചെയ്യുന്നത് അറൈസ് ചെയ്യുന്നത്. പക്ഷേ അതെന്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻകം എന്നറിയോ? ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തൊരു ബിസിനസ്സിൻ്റെ, അതാണ് ബിസിനസ് കൺട്രോൾഡ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം അതിൻ്റെ കൺട്രോൾഡ് ഇന്ത്യയിലാണെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് ബിസിനസ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലാണ്, പക്ഷേ അതിൻ്റെ ഇൻകം അക്രൂ ചെയ്യുന്നതും അറൈസ് ചെയ്യുന്നതും ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ ആരൊക്കെ ടാക്സ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓർഡിനറി റെസിഡൻറ്റും ടാക്സ് കൊടുക്കണം, നോട്ട് ഓർഡിനറി റെസിഡൻറ്റും ടാക്സ് കൊടുക്കണം. മൂന്നാമത്തെ ആൾ നോൺ റെസിഡൻറ്റ് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അതിൻ്റെ തൊട്ടടുത്ത കേസ് നോക്കി. ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇൻകം അക്രൂ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ, പക്ഷേ ബിസിനസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നായിരുന്നു? ഇന്ത്യയിലായിരുന്നു. പക്ഷേ ഈ കേസ് നോക്കി, ഇൻകം അക്രൂ ചെയ്യുന്നതും ഔട്ട്സൈഡ് ഇന്ത്യയാണ്, ബിസിനസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നതും ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഓക്കെ, അതായത് ആ എക്സാമ്പിൾ പ്രകാരം ഇൻകം അക്രൂ ചെയ്യുന്നത് US-ലാണ്, ബട്ട് ആ പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? UK-ലാണ്. രണ്ടും ഔട്ട്സൈഡ് ഇന്ത്യ അല്ലേ? അവിടെ ആര് മാത്രമേ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടുള്ളൂ. മറ്റ് 2 പേരും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ 2 പോയിന്റിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻകം അക്രൂ ചെയ്യുന്നതും ഇന്ത്യക്ക് പുറത്ത്, ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നതും പ്രൊഫഷൻ സെറ്റപ്പ് ചെയ്യുന്നതും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റ് മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഇനി ഇൻകം അക്രൂ ചെയ്യുന്നതും അറൈസ് ചെയ്യുന്നതും ഇന്ത്യക്ക് പുറമേ, പക്ഷേ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ ആരൊക്കെ ടാക്സ് കൊടുക്കണം? ഓർഡിനറി റെസിഡൻറ്റും ടാക്സ് കൊടുക്കണം, നോട്ട് ഓർഡിനറി റെസിഡൻറ്റും ടാക്സ് കൊടുക്കണം. പക്ഷേങ്കിൽ നോൺ റെസിഡൻറ്റ് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ലാസ്റ്റ് കേസ് നോക്കി. ഇൻകം ഏൺഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഏർലിയർ എന്നാണ് മുൻ വർഷങ്ങളിൽ നിന്നാണ് അർത്ഥം കേട്ടോ. ബ്രോട്ട് ഓർ റെമിറ്റഡ് ടു ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. മുൻ വർഷങ്ങളിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിങ്ങൾക്ക് കിട്ടിയ ഇൻകം നിങ്ങൾ ഈ വർഷം ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രോഡ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ അതിനാരും തന്നെ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കേസിൽ ആരും ടാക്സ് കൊടുക്കണ്ട. ഫസ്റ്റ് 3 കേസുകളിൽ 3 പേരും ടാക്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട 2 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 2 പോയിന്റുകൾ. ഓക്കെ, അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഒരു അഡീഷണൽ കാര്യം കൂടി വരുന്നത്, അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പം നമ്മൾ ഇൻകം ടാക്സ് പഠിക്കുമ്പം എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാറുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ചില ഇൻകംസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണെന്ത്? അഗ്രികൾച്ചറൽ ഇൻകം. അതായത് കാർഷിക ആക്ടിവിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഇൻകം, അഗ്രികൾച്ചറൽ ഇൻകം. അങ്ങനെ അഗ്രികൾച്ചറൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ബേസിലൊരു പ്രോബ്ലം നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ ടേബിളും ക്വസ്റ്റ്യനും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഐറ്റം വേണം നമുക്കൊന്ന് വായിക്കാം. മിസ്റ്റർ അമർ സിംഗ് സെറ്റിൽഡ് ഇൻ ഓസ്ട്രേലിയ ഹാസ് ദി ഫോളോയിങ് ഇൻകംസ് ഡ്യൂറിങ് ദി ഫിനാൻഷ്യൽ ഇയർ. അപ്പം അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 3 കേസിലും കാണണം. ഓർഡിനറി റെസിഡൻറ്റ് കാണണം, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് കാണണം, നോൺ റെസിഡൻറ്റും കാണണം. ഓക്കെ, അപ്പം ഈ കേസിൽ നമ്മൾ ഓരോ ഐറ്റംസ് ഒന്ന് വായിച്ചു നോക്കാം.
ഒന്നാമത് എന്താണ്? ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഓസ്ട്രേലിയ റെമിറ്റഡ് ടു ഇന്ത്യ ₹2 lakhs. അപ്പം ഇൻകം ഫ്രം അഗ്രികൾച്ചർ ആക്ടിവിറ്റി നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ്, അത് കിട്ടുന്നതും ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ 2 ആക്ടിവിറ്റിയും ഇന്ത്യക്ക് പുറമെയാണ് നടക്കുന്നതെങ്കിൽ അതിനാര് മാത്രമേ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ. ഓക്കെ, ഇതാണ് കേസ് വരിക. രണ്ടും പുറമെയാണ്, ഇൻകം കിട്ടുന്നതും പുറമെയാണ്, ആ ആക്ടിവിറ്റി നടക്കുന്നതും പുറമെയാണ്. അങ്ങനെയാണെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ എന്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? ടാക്സ് കൊടുക്കേണ്ടു. രണ്ടാമത്തത് ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ പഞ്ചാബ് റിസീവ്ഡ് ഇൻ ഓസ്ട്രേലിയ. ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വരുമാനം കിട്ടിക്കഴിഞ്ഞാലും ഇതിന് നിങ്ങൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇവിടെ റിസീവ്ഡ് ഇൻ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നതാണ്. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ പഞ്ചാബ് അല്ലേ? അപ്പോൾ പഞ്ചാബ് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലാണ്. അപ്പം അങ്ങനെയുള്ള ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ ഇൻകത്തിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? നികുതി കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി മൂന്നാമത്തെ കേസ് നോക്കിയേ. ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഓസ്ട്രേലിയ റിസീവ്ഡ് ദർ. ബിസിനസ് എവിടെയാണുള്ളത്? ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഇൻകം കിട്ടുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടും പുറമെയാണ് നടക്കുന്നതെങ്കിൽ, ഒരു ആക്ടിവിറ്റി നടക്കുന്നതും പുറമെയാണ്, അതിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നതും പുറമെയാണെങ്കിൽ അതിന് ആരും മാത്രമേ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നിങ്ങൾ നോക്കിയേ. ഇൻകം ഏൺഡ് ഫ്രം അനദർ ബിസിനസ് ഇൻ കുവൈത്ത്, ബിസിനസ് ബീങ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഇതേതാ കേസ് എന്നറിയാവോ? നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ കേസാണ്. അതായത് ബിസിനസ്സിൻ്റെ ഇൻകം ഏൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അക്രൂ ചെയ്യുന്നത് അല്ലെങ്കിൽ റൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഔട്ട്സൈഡ് ഇന്ത്യയാണ്. പക്ഷേങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ശരിക്കും ആരൊക്കെ ടാക്സ് കൊടുക്കേണ്ടത്? ഓർഡിനറി റെസിഡൻറ്റും ടാക്സ് കൊടുക്കണം, നോട്ട് ഓർഡിനറി റെസിഡൻറ്റും ടാക്സ് കൊടുക്കണം, നോൺ റെസിഡൻറ്റ് ടാക്സ് കൊടുക്കണ്ട. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് 1 lakh ആണ്. അതിൽ 25,000 എവിടെ റിസീവ് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിനെല്ലാവരും എന്ത് കൊടുക്കണം? ടാക്സ് കൊടുത്തിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ നമ്മൾ ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ 1 lakh വരും, നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ 1 lakh വരും. പക്ഷേ നോൺ റെസിഡൻറ്റിൻ്റെ കേസിൽ എത്ര വരും? 25,000 വരും. കാരണം ആ 25,000 മാത്രമേ ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നുള്ളൂ. അതിന് നോൺ റെസിഡൻറ്റ് എന്ത് കൊടുക്കണം? ടാക്സ് കൊടുത്തിരിക്കണം. ഇനി ഡിവിഡൻറ്റ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി. അപ്പം ഇന്ത്യൻ കമ്പനി എന്ന് പറയുമ്പം ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ് നോക്കിയാൽ മതി. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഇന്ത്യ അല്ലേ? ഇൻകം ജനറേറ്റ് ചെയ്തൊരു ഇന്ത്യൻ കമ്പനി എന്നാണ്. അപ്പം ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. ഒരു ഇൻകം അക്രൂ ചെയ്യുന്ന അറൈസ് എന്ന് വെച്ചാൽ ഇൻകം ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർക്ക് ടാക്സ് കൊടുക്കണം? 3 ആൾക്കാരും ടാക്സ് കൊടുത്തിരിക്കണം. ഇനി ഡിവിഡൻറ്റ് ഫ്രം US കമ്പനി റിസീവ്ഡ് ഇൻ ഓസ്ട്രേലിയ. നമ്മൾ ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു 2 ആക്ടിവിറ്റിയും പുറമെയാണ്. ബിസിനസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യക്ക് പുറമെയാണ്. ഡിവിഡൻറ്റ് കിട്ടുന്നതും എവിടെ നിന്നാണ്? ഇന്ത്യക്ക് പുറമെയാണ്, US-ഉം ഓസ്ട്രേലിയയും. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ആര് മാത്രമേ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ അതിന് എന്താ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ. ഇനി റോയൽറ്റി റിസീവ്ഡ് ഇൻ ഓസ്ട്രേലിയ ഫ്രം മിസ്റ്റർ കിഷോർ. റോയൽറ്റി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം മിസ്റ്റർ കിഷോർ ആണ് അല്ലേ? ഫ്രം മിസ്റ്റർ കിഷോർ, എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ പ്രൊവൈഡഡ് ഫോർ എ ബിസിനസ് ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ വരിക? റോയൽറ്റി റിസീവ് ചെയ്യുന്ന എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ഓക്കെ. ബിസിനസ് എവിടെയുള്ളത്? ഓസ്ട്രേലിയയിലുള്ളത്. രണ്ടും ഔട്ട്സൈഡ് ഇന്ത്യ അല്ലേ? അപ്പോൾ ആര് മാത്രമേ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ഈ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ തന്നില്ലേ മിസ്റ്റർ കിഷോർ, അത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നാണ്. 2 ആക്ടിവിറ്റി നടക്കുന്നത് ഇന്ത്യക്ക് പുറമെയാണ്. ഓക്കെ. ഇനി പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ ഡൽഹി കൺട്രോൾഡ് ഫ്രം ഓസ്ട്രേലിയ. ഇതാണൊരു കൺഫ്യൂഷനായിട്ട് വരാം. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ട 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ആ ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നതാണോ നോക്കണം.
അങ്ങനെയാണെങ്കിൽ 3 ആൾക്കാരും ടാക്സ് കൊടുക്കണം. 2 നിങ്ങൾ നോക്കേണ്ടത് ആ ഇൻകം ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്നതാണോ നോക്കണം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഡൽഹിയാണ്. അപ്പോൾ ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഡൽഹി. അപ്പോൾ എൻ്റെ ചോദ്യം, ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണോ ഇല്ലയോ, അല്ലെങ്കിൽ അക്രൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അറൈസ് ചെയ്യുന്നത് ഇന്ത്യയിലാണോ അല്ലയോ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ, ഇൻകം ഇന്ത്യയിൽ അക്രൂ ചെയ്യുകയാണെങ്കിൽ അതിനാർക്ക് ടാക്സ് കൊടുക്കണം? 3 ആൾക്കാരും ടാക്സ് കൊടുത്തിരിക്കണം. ഓക്കെ ആണല്ലോ. യെസ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് ഇൻ ഡൽഹി റുപ്പീസ് 1,15 lakh 1,50,000 അല്ല 15 lakh ആണ്. സോൾഡ് ടു ഹിസ് ഫ്രണ്ട് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ദി എമൗണ്ട് റിസീവ്ഡ് ഇൻ ഓസ്ട്രേലിയ. ഇതും നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നൊരു കാര്യമാണ് കേട്ടോ. എന്താ സംഭവം? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് ഇൻ ഡൽഹിയാണ്. ആ പ്രോപ്പർട്ടി എവിടെയുള്ളതാ? ഡൽഹിയിലുള്ളതാ. ഡൽഹി എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിലല്ലേ. ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിലാണ്. അങ്ങനെയാകുന്ന കേസിൽ ആർക്ക് ടാക്സ് കൊടുക്കണം? മുഴുവൻ ആൾക്കാരും എന്ത് കൊടുക്കണം? അതിന് ടാക്സ് കൊടുക്കണം. ഇനി അടുത്തൊരു 10ാമതായിട്ട് നോക്കി, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ മാൽദീവ്സ്. ദ ബിസിനസ് ഈസ് കൺട്രോൾഡ് ഫ്രം ഡൽഹി. 50% ഓഫ് ദി പ്രോഫിറ്റ് ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് ദർ ആൻഡ് 50% റെമിറ്റഡ് ടു ഇന്ത്യ. ഇവിടെ എന്താ പറയുന്നത്? ബിസിനസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മാൽദീവ്സിലാണ്. സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മാൽദീവ്സ്. ആ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഏത് കേസാണ് വരിക? ആരൊക്കെ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും? ഓക്കെ, ആ കേസിൽ ഓർഡിനറി റെസിഡൻറ്റും ടാക്സ് കൊടുക്കണം, നോട്ട് ഓർഡിനറി റെസിഡൻറ്റും ടാക്സ് കൊടുക്കണം. അതേതാ കേസ് വരുന്നതെന്നറിയോ? ഇതാണ് കേട്ടോ. ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഒരു പ്രൊഫഷണൽ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ബിസിനസ് ഇൻകം ഏൺ ചെയ്യുന്നത് എവിടെ നിന്നാണ്? മാൽദീവ്സ് ആണ്. ഓക്കെ, ആ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഡൽഹിയിൽ നിന്നാണ്, മീൻസ് ഇന്ത്യയിൽ നിന്നാണ്. അങ്ങനെയുള്ള കേസിൽ ഓർഡിനറി റെസിഡൻറ്റും ടാക്സ് കൊടുക്കണം, നോട്ട് ഓർഡിനറി റെസിഡൻറ്റും ടാക്സ് കൊടുക്കണം. പക്ഷേങ്കിൽ നോൺ റെസിഡൻറ്റ് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ അർജിത് സിംഗ് ഓൺ എ ലോൺ പ്രൊവൈഡഡ് ടു ഹിം ഫോർ എ ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പലിശ പണം കൊടുത്തു, അതിന് പലിശ കിട്ടിക്കഴിഞ്ഞാൽ അതിനാർക്ക് ടാക്സ് കൊടുക്കണം? 3 പേരും ടാക്സ് കൊടുക്കണം. കാരണം അത് എവിടെ കൊടുത്ത ഫണ്ടിൽ നിന്നാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്? ഇന്ത്യയിൽ നിന്ന് കൊടുത്ത ഫണ്ടിനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം കിട്ടിക്കഴിഞ്ഞാലും ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് അത് ഇതിൽ ഏതിൽ വരുന്നു. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നതാണോ നോക്കണം. രണ്ടാമത് നോക്കേണ്ടത് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്നതാണോ നോക്കണം. ഈ 2 കേസിലും മുഴുവൻ ആൾക്കാരും ടാക്സ് കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഓസ്ട്രേലിയ എന്ന് പറയുമ്പം ഓർഡിനറി റെസിഡൻറ്റ് കൊടുക്കണം, ബാക്കി ആരും കൊടുക്കണ്ട. അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ ആണെങ്കിൽ 3 പേരും നോട്ട് ടാക്സബിൾ ആണ്. ദെൻ ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഓസ്ട്രേലിയ, ഇപ്പോൾ ആ കേസിൽ ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സ് കൊടുക്കണ്ടൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇത് കഴിഞ്ഞാൽ ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ 50,40,000 നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് കേസിൽ 30,90,000 നോൺ റെസിഡൻറ്റ് കേസിൽ 25,15,000 നമുക്ക് വരും. ഓക്കെ.